റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ എം ഇന്ദ്രബാലൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, താങ്കൾ അവിടെ ഈ ദിവസങ്ങളിൽ എത്തി നൽകിയ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നു, മനസ്സിലാക്കുന്നു. കോണ്ടാക്ട് പോയിന്റ് 2 ഒരിക്കൽ കൂടി ഈ പരിശോധന നടത്താൻ തോന്നിയത്, അല്ലെങ്കിൽ അതാണല്ലോ ഇതിൽ വളരെ ക്രൂഷ്യലായത്. ഈ ഇന്നലെയും ഇന്നുമായി എന്താണ് ഈ വിഷയത്തിൽ നടന്നത് ശ്രീ എം ഇന്ദ്രബാലൻ? ഞാൻ കറന്റ്ലി ഫ്ലൈറ്റിലാണ്, ചെന്നൈ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ക്വിക്കായിട്ട് പറയാം. ടേക്ക് ഓഫ് ആകാൻ പോകണ കുറച്ച് നേരത്തില്. അപ്പോൾ ഇന്നലെ നമ്മൾ CP4 തിരഞ്ഞപ്പോ അവിടെ നമുക്ക് ഒരുപാട് വയർസ് കിട്ടി, കേബിൾസ്. പിന്നെ ഈ ടവറിന്റെ എക്സ്റ്റൻഷൻ കിട്ടി, ഒരുപാട് വയർസ് കിട്ടി CP4 CP3 അതായിരുന്നു അവിടെ മാക്സിമം ഡെൻസിറ്റി നമുക്ക് കിട്ടിയത്. നമ്മൾ പറഞ്ഞത് ട്രക്കാണ് അവിടെ സാധ്യതയുണ്ട് എന്നാണ്. കാരണം ഇതിന്റെ ഈ കേബിൾസിന്റെയും ടവറിന്റെയും സിഗ്നലാണ് ഏറ്റവും കൂടുതൽ, ട്രക്കിനെക്കാട്ടിലും സിഗ്നൽ അതിനാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഐഡിയ പ്രകാരം ചിലപ്പോൾ ട്രക്ക് അവിടെ ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ബട്ട് CP1 CP2 ഓൾസോ വി സെഡ് വി മസ്റ്റ് സെർച്ച്. അപ്പോൾ ഇന്ന് അവിടെ ഇത് ടവർ കിട്ടിയപ്പോൾ വി അഡ്വൈസ് ദം ടു ഗോ ടു CP2 ആൻഡ് സ്റ്റാർട്ട് സെർച്ചിങ് ദർ. അവിടെ 30 മീറ്റർ നമ്മൾ പുറത്ത് 30 മീറ്റർ ഏരിയയിൽ എന്തെങ്കിലും ഡെഫിനറ്റ്ലി കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ CP1 പോവാം. നമുക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫോർ the technology that we deployed, and also great satisfaction for all the team members who supported us, that ultimately നമുക്ക് ആ ട്രക്ക് കിട്ടാൻ പറ്റി. ട്രക്ക് മാത്രമല്ല, നമ്മുടെ അർജുനന്റെ ശരീരം അതിൽ കിട്ടി. അതാണ് ഏറ്റവും വലിയ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പറയുക, ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഓൾ ഓഫ് us can be proud of, the entire team, all of us who worked there. താങ്കൾ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിലായിരിക്കും അല്ലേ? അല്ല, ഞാൻ ചെന്നൈ പോവാണ്. ചെന്നൈ ലാൻഡിങ് ചെയ്യുന്നത് 5 മണിക്ക് ചെന്നൈയിൽ ലാൻഡ് ആവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഉറപ്പായും സാർ, ഉറപ്പായും നമുക്ക് താങ്കൾ ചെന്നൈയിൽ എത്തിയ ശേഷം വളരെ വിശദമായി സംസാരിക്കാം. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ടെക്നോളജി, നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ടെക്നോളജിയുടെ കൂടി റിസൾട്ടാണ്, അതിൻ്റെ കൂടി വിജയമാണിത്. ആ നിലയ്ക്ക് ഉള്ള ഒരു പ്രാധാന്യം കൂടി അതിനുണ്ട്. ഇത്രയും സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വളരെ ആഴത്തിൽ, വെള്ളത്തിൻ്റെ വളരെ ആഴത്തിൽ മൺതിട്ടയിൽ അടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിപ്പോയ ഒരു ലോറിയെ ആ നിലയിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്.